നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന തരത്തിലുള്ള ചില സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ BCCIയുടെ അകത്തളങ്ങളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ പുതിയ പരമ്പരകൾ വരുമ്പോഴും ടീം സെലക്ഷനെ കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കാറുണ്ടെങ്കിലും ഇത്തവണ പുറത്തുവന്ന വിവരങ്ങൾ ക്രിക്കറ്റ് പ്രേമികളെ ഒന്നടങ്കം അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഗ്രൗണ്ടിലെ മികച്ച പ്രകടനങ്ങളെയോ കളിക്കാരുടെ നിലവിലെ ഫോമിനെയോ പരിഗണിക്കാതെ തികച്ചും ഏകപക്ഷീയമായ തീരുമാനങ്ങളുമായിട്ടാണ് സെലക്ടർമാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ആരാധകർ ഏറെ പ്രതീക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരുന്ന പല സുപ്രധാന താരങ്ങളുടെയും കരിയറിനുമേൽ കരിനിഴൽ വീഴ്ത്തുന്ന തരത്തിലാണ് പുതിയ സംഭവ വികാസങ്ങൾ. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ കായിക ലോകത്ത് വലിയൊരു കൊടുങ്കാറ്റഴിച്ചുവിടാൻ പോന്ന ഒരു പുതിയ സ്ക്വാഡ് പ്രഖ്യാപനമാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്നറിയാതെ വായനക്കാർ വലിയൊരു നിഗൂഢതയുടെ മുനമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കായിക ചരിത്രത്തെ തന്നെ നാണം കെടുത്തുന്ന തരത്തിലുള്ള ഒരു വലിയ ചതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇന്ത്യൻ ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയുടെ ഉള്ളിലിരിപ്പ് കേട്ടാൽ ഏതൊരു സാധാരണ ക്രിക്കറ്റ് പ്രേമിയുടെയും ചോര തിളച്ചുപോകും. ഒരു ഭാഗത്ത് ചോരയും നീരും നൽകി രാജ്യത്തിനു വേണ്ടി കളിച്ച പ്രതിഭകളെ തഴയാൻ വേണ്ടി ഇവർ പുതിയ കുത്തിത്തിരിപ്പുകൾ നെയ്തുകൂട്ടുമ്പോൾ, മറുഭാഗത്ത് സ്വന്തം താൽപര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ ഇവർ ഏതറ്റം വരെയും പോകുന്നു. കഴിഞ്ഞ കുറെ കാലമായി ടീമിൽ ഇല്ലാതിരുന്ന 2020 ക്രിക്കറ്റിന്റെ ശൈലിക്ക് പോലും അനുയോജ്യമല്ലാത്ത ചില മുംബൈ ലോബിയിലെ പ്രമുഖ താരങ്ങളെ ഒരു നാണവുമില്ലാതെ നേരിട്ട് തലപ്പത്തേക്ക് പ്രതിഷ്ഠിക്കുന്ന വിചിത്രമായ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അർഹതയുള്ളവനെ പരസ്യമായി അവഗണിക്കുകയും പരാജയപ്പെടുന്നവർക്ക് വീണ്ടും വീണ്ടും പരവതാനി വിരിക്കുകയും ചെയ്യുന്ന ഈ ഏർപ്പാട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അന്തസ് പൂർണ്ണമായും കളങ്കപ്പെടുത്തുന്നതാണ്. പുറമെ സിസ്റ്റത്തിന്റെ മനോഹാരിതയെക്കുറിച്ചും യുവതലമുറയ്ക്ക് അവസരം നൽകുന്നതിനെക്കുറിച്ചും സംസാരിക്കുകയും ഉള്ളിൽ വൻ ചതിക്കുഴികൾ ഒരുക്കുകയും ചെയ്യുന്ന ഇവരുടെ ഈ ഇരട്ടത്താപ്പ് ഇപ്പോൾ കൃത്യമായി തുറന്നുകാട്ടപ്പെട്ടിരിക്കുകയാണ്. സെലക്ടർമാരുടെ മുൻവിധികളോടെയുള്ള ഇത്തരം വിചിത്രമായ തീരുമാനങ്ങൾക്കെതിരെ ഇപ്പോൾ ആരാധകരിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ആളിപ്പടരുന്നത്. നന്നായി പെർഫോം ചെയ്യുന്ന സ്ഥിരതയുള്ള കളിക്കാരെ എപ്പോഴും ഒരു തരത്തിലുള്ള ഭയത്തിന്റെ നിഴലിൽ നിർത്താൻ മാത്രമേ ഇത്തരം അനാവശ്യമായ മാറ്റങ്ങൾ ഉപകരിക്കുകയുള്ളൂ എന്ന് ഭൂരിഭാഗം ആളുകളും ആവശ്യപ്പെടുന്നു. ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ അഭിമാനമുയർത്തിയ കളിക്കാരെയാണ് ഒരു മത്സരത്തിന്റെയോ പരമ്പരയുടെയോ പേരിൽ വിചിത്രമായി മാറ്റി നിർത്തിക്കൊണ്ട് മാനസികമായി തളർത്താൻ ഇവർ ശ്രമിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട കായിക വിനോദത്തെ ഇത്രമേൽ സ്നേഹിക്കുന്നത് ഇത്തരം കൊടിയ ചതികളും അനാവശ്യമായ കസേരകളികളും കാണാൻ വേണ്ടിയല്ല. സെലക്ഷൻ കമ്മിറ്റിയുടെ ഇത്തരം തീരുമാനങ്ങൾ കാരണം എത്രയോ മികച്ച താരങ്ങളുടെ കരിയറാണ് ഇവർ മുൻപും നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്. നന്നായി പെർഫോം ചെയ്യുന്നവർക്ക് അർഹമായ സുരക്ഷിതത്വം നൽകാതെ തങ്ങൾക്ക് താല്പര്യമുള്ളവരെ തിരുകി കയറ്റുന്ന ഈ നീചമായ ഏർപ്പാട് അവസാനിപ്പിച്ചില്ലെങ്കിൽ വരും മത്സരങ്ങളിൽ വലിയ വില നൽകേണ്ടി വരും. ഈ വിഷയത്തിന് പിന്നിലേക്ക് നോക്കിയാൽ മുൻപ് നടന്ന മത്സരങ്ങളിൽ നമ്മുടെ ചില പ്രമുഖ താരങ്ങൾ നടത്തിയ വിസ്മയകരമായ പ്രകടനങ്ങൾ നമുക്ക് കാണാം. ആദ്യ പന്ത് മുതൽ യാതൊരു ഭയവുമില്ലാതെ കൂറ്റനടികളുമായി റൺവേട്ട നടത്തി ടീമിനെ പല സുപ്രധാന വിജയങ്ങളിലും എത്തിച്ച ചരിത്രമാണ് അവർക്കുള്ളത്. ഒടുവിൽ നടന്ന ലോകകപ്പിൽ പോലും ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചവരെയാണ് ഇപ്പോൾ ഒരു പുതിയ പരമ്പര വരുമ്പോൾ എല്ലാം വളരെ പെട്ടെന്ന് മറന്നുകൊണ്ട് തഴയാൻ ശ്രമിക്കുന്നത്. മുൻപത്തെ പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാതെ വീണ്ടും പഴയ തെറ്റുകൾ തന്നെ ആവർത്തിക്കാനാണ് ഇപ്പോഴും അധികാരികൾ ശ്രമിക്കുന്നത്. വരാനിരിക്കുന്ന 2 പ്രധാന 2020 പരമ്പരകൾക്കുള്ള ടീം ലൈനപ്പിലെ പൊസിഷനുകൾ പലതും ഇപ്പോൾ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിമാറിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിഹാസ തുല്യമായ പ്രകടനങ്ങൾ നടത്തിയിട്ടും വരും ദിവസങ്ങളിൽ ആ സുപ്രധാന താരങ്ങളിൽ ഒരാളെ ഒതുക്കാൻ വലിയൊരു തന്ത്രമാണ് രൂപപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഒരു പുതിയ മാറ്റം വലിയ വിവാദങ്ങൾക്ക് കാരണമാകുമെന്നത് ഉറപ്പാണ്. ഇവിടെയാണ് ക്രിക്കറ്റ് പ്രേമികളുടെ നെഞ്ചു തകർക്കുന്ന ആ വലിയ സസ്പെൻസ് വെളിപ്പെടുന്നത്. ഇന്ത്യയുടെ അടുത്ത 2020 സീരീസുകൾക്കുള്ള ടീമിനെ BCCI ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ വലിയൊരു ചതിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത കാലത്തൊന്നും ഇന്ത്യക്ക് വേണ്ടി ഒരു 2020 മാച്ച് പോലും കളിക്കാത്ത, ലോകകപ്പ് സ്ക്വാഡിൽ പോലും ഇല്ലാതിരുന്ന ശ്രേയസ് അയ്യർ നേരിട്ട് ക്യാപ്റ്റനായി ടീമിലേക്ക് വന്നിരിക്കുന്നു.
അത്ഭുതമെന്ന് പറയട്ടെ, 2 സീരീസിനുള്ള ടീമിലും വൈഭവ് സൂര്യവംശിയും അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇതോടെ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ ക്രൂരമായ യാഥാർത്ഥ്യം ഉറപ്പായിരിക്കുകയാണ്. നിലവിലെ സൂപ്പർ താരം സൂര്യകുമാർ യാദവ് ടീമിന് പുറത്തും നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ബെഞ്ചിലുമെന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ലോകകപ്പിൽ തിളങ്ങിയ സഞ്ജുവിനെ വീണ്ടും സൈഡ് ബെഞ്ചിലിരുത്തി കരിയർ തകർക്കാൻ BCCI ഒത്തുതീർപ്പ് നടത്തി കഴിഞ്ഞുവെന്ന ഈ വലിയ സത്യം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു അഗ്നിപർവ്വതമായി പുകയുമെന്നത് ഉറപ്പാണ്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്